സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടുള്ള സ്പൈനൽ കോഡിന്റെ പാർട്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. സ്പൈനൽ കോഡ് നോക്കിക്കേ, സ്പൈനൽ കോഡ് ഇതൊരു ക്രോസ് സെക്ഷൻ ഇതാണ് നമ്മുടെ വെർട്ടബ്രൽ കോളത്തിന്റെ താഴോട്ട് വരുന്നുണ്ട്. ഇതിന്റെ അകത്തു കൂടെയാണ് നമ്മുടെ ബ്രെയിനിന്റെ മെഡുല ഓംബ്ലോങ്ങേറ്റ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. സോ അത് ഇലോങ്ങേറ്റ് ചെയ്ത ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുക. അത് നമ്മുടെ വെർട്ടബ്രൽ കോളത്തിന്റെ പോർഷൻ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിന്റെ നടുക്ക് ഇതാ ഇങ്ങനെ രണ്ട് റീജിയൻ, ഒരു ബട്ടർഫ്ലൈ പോലത്തെ സ്ട്രക്ചർ ആണ്. നടുക്ക് ഒരു സെൻട്രൽ കനാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മുകളിൽ നിന്ന് അറേസ് ചെയ്യുന്ന ഡോർസൽ റൂട്ട് ഉണ്ട്, താഴെ കൂടെ അറേസ് ചെയ്യുന്ന വെൻട്രൽ റൂട്ട് ഉണ്ട് കേട്ടോ. വെൻട്രൽ റൂട്ട് ഉണ്ട്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ വിളിക്കേണ്ടത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്ട്രക്ചർ ഉണ്ട്, നോക്കാം. നോക്കിക്കേ, ഇതാണ് സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ വരുന്നത്. സ്പൈനൽ കോഡ് സ്ട്രക്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ നോക്കിക്കേ, നടുക്ക് ആയിട്ട് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സെൻട്രൽ കനാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന പറഞ്ഞ് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സെൻട്രൽ കനാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ മുകളിൽ കാണുന്നത് നമുക്ക് എന്ത് വിളിക്കാം? ഡോർസൽ റൂട്ട്. രണ്ടിടത്തും ഉണ്ട്. ഡോർസൽ റൂട്ട് രണ്ട് ഭാഗത്തും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡോർസൽ റൂട്ട്. താഴെ കാണുന്ന നമുക്ക് എന്ത് വിളിക്കാം? വെൻട്രൽ റൂട്ട്. രണ്ട് ഭാഗത്തും എന്തുണ്ട്? വെൻട്രൽ റൂട്ടും ഉണ്ട്. ക്ലിയർ ആണ്? ഇത് നോക്കിക്കേടാ, ഇവിടെയും വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഇന്റേണൽ പോർഷൻ എന്ന് വിളിക്കുന്നത് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ എന്ന് പറയുമ്പോൾ എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസ് ഇവിടെ കാണുന്നത് നടുക്ക് അല്ലെങ്കിൽ സെൻട്രൽ പോർഷനിലാണ്. സോ ദേ ആർ കോൾഡ് ഗ്രേ മാറ്റർ. പുറത്തെ ഭാഗത്ത് എന്തുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. സോ ദേ ആർ കോൾഡ് വൈറ്റ് മാറ്റർ. സ്പൈനൽ കോഡിനും വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ ഉണ്ട്. സെൻട്രൽ കനാൽ ഉണ്ട്. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഉണ്ട്. പാർട്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതിന്റെ ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ കനാൽ, the part which is filled with the cerebrospinal fluid. നമ്മൾ പഠിച്ചു മെനിഞ്ചസിനകത്ത് കാണുന്ന ഫ്ലൂയിഡ് ആണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പഠിച്ചു. സോ അത് സ്പൈനൽ കോഡിൽ കാണുന്നത് എവിടെയാണ്? ഈ നടുക്ക് കാണുന്ന ഒരു കനാലിലാണ്, സെൻട്രൽ കനാലിലാണ്. അതിനകത്തൂടെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പാസ് ഓൺ ചെയ്യുന്നത്. അതിന്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചിരുന്നു. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻ നോക്കിക്കോളണേ. അത് കഴിഞ്ഞ് ഡോർസൽ റൂട്ടാണ്. ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. ബോഡിയുടെ പല ഭാഗത്തു നിന്നും സ്പൈനൽ കോഡിലേക്ക് മെസ്സേജിനെ കൊണ്ടുവരുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഡോർസൽ റൂട്ട് ചെയ്യുന്നത്. ഡോർസൽ റൂട്ട് പല ഭാഗത്തു നിന്നും സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുവരുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഡോർസൽ റൂട്ട് ചെയ്യുന്നത്. ഇനിയാണെങ്കിലോ വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ട് എന്ന് പറയുമ്പോൾ ദ ട്രാൻസ്മിറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. വെൻട്രൽ റൂട്ട് എന്താ ചെയ്യുന്നത്? സ്പൈനൽ കോഡിൽ നിന്നും വ്യത്യസ്ത ഭാഗത്തിലേക്ക് എന്ത് കൊണ്ടുപോകുന്നു? ഈ മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ആര് ചെയ്യുന്നത്? വെൻട്രൽ റൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? സോ ദ സ്പൈനൽ കോഡ് ഈസ് ദ പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം സീൻ ആസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് മെഡുല ഓംബ്ലോങ്കേറ്റ. മെഡുല ഓംബ്ലോങ്കേറ്റ ബ്രെയിനിന്റെ പാർട്ടാണ്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണുന്ന റീജിയൻ എന്ന് വിളിക്കുന്നത് സ്പൈനൽ കോഡ് എന്ന് വിളിക്കാം. സ്പൈനൽ കോഡ് ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഫ്രം ഡിഫറെന്റ് parts of the body to the brain and transmit instructions from brain to different part of the body. പല ഭാഗത്തു നിന്നും മെസ്സേജസിനെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകാനും ബ്രെയിനിൽ നിന്നും മെസ്സേജസിനെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്പൈനൽ കോഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോർസൽ ആൻഡ് വെൻട്രൽ റൂട്ട് ആണ്. നോക്കിയേ, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ദ നെർവസ് സിസ്റ്റം. എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. പറഞ്ഞ കാര്യമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെയും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയും കാര്യം. നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആരൊക്കെ ഉണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും ആണ്. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്? നെർവ്സ് ആണ്. ക്രേനിയൽ നെർവ്സും 12 പെയർ ഓഫ് ക്രേനിയൽ നെർവ്സും 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് എടുത്തുള്ളത്. പിന്നെ ഗാംഗ്ലിയോൺ നെർവ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. The brain and the spinal cord receive and send information. They control and coordinate all activities of the body. ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നാണ് നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ മെസ്സേജിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യാം. The basic unit of the nervous system is neuron. അതിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യുവാണ്. ന്യൂറോൺസ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പഠിച്ചു. അതിന്റെ സ്ട്രക്ചർ പഠിച്ചു. മൈലിൻ ഷീത്ത് ഉള്ളതും മൈലിൻ ഷീത്ത് ഇല്ലാത്തതും നമ്മൾ പഠിച്ചു. ന്യൂറോൺസ് ട്രാൻസ്മിറ്റ് മെസ്സേജസ് ബിറ്റ്വീൻ. ന്യൂറോൺസ് ആണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഓരോ ബോഡി പാർട്സിനെയും ബ്രെയിനെയും കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിനെയും സ്പൈനൽ കോഡിനെയും കണക്ട് ചെയ്യുന്നത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് ആരാണ്? ന്യൂറോൺസ് ആണ്. ഓക്കെ, ബ്രെയിനിൽ നിന്നും ബോഡി പാർട്സിലേക്കും പോകും, ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്ക് അത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ സ്പൈനൽ കോഡ് അത് തന്നെയാണ്. സ്പൈനൽ കോഡിൽ നിന്നും ബോഡി പാർട്സിലേക്കും ബോഡി പാർട്സിൽ നിന്ന് സ്പൈനൽ കോഡിലേക്കും മെസ്സേജസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? നെർവ് സെൽസ് അഥവാ ന്യൂറോൺസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. The message is transmitted through neurons is called nerve impulse. Nerve impulse എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് നമ്മൾ പറയുന്നുണ്ട് ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുമെന്ന്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കാന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിലൊരു മെസ്സേജ് ഉണ്ട്, നമുക്കൊരു റിസീവറിന് അയക്കണം, മറ്റൊരാൾക്ക് അയക്കണം എന്ന് വിചാരിക്കാം. സോ നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ആ മെസ്സേജിനെ അയക്കുന്നു. അത് നെറ്റ്വർക്ക് വഴിയാണ് പാസ് ചെയ്ത് നെക്സ്റ്റ് ഒരാളിലേക്ക് എത്തിച്ചേരുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നെറ്റ്വർക്കിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ സെല്ലിനകത്ത് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഓരോ സെല്ലിനകത്തും ചാർജ് ഉണ്ട്, നമ്മുടെ ഓരോ ബോഡി സെല്ലിനകത്തും ചാർജ് ഉണ്ട്. ഈ ചാർജുകളുടെ വ്യത്യസ്തത കാരണമാണ് ഈ ഇമ്പൾസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ അടി കിട്ടിയാൽ ആ ഒരു മെസ്സേജ് ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തും. തിരിച്ച് ആ വേദന എടുക്കുന്ന സെൻസേഷൻ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് എത്തും. അപ്പൊ ഈ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്. ആ പാത്ത് നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സിംബൽസ് അല്ലെങ്കിൽ സിഗ്നൽസ് ആയിട്ടാണ്. ക്ലിയർ ആണോ? സോ ഇറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു അനദർ. ദ നെർവ് ഇമ്പൾസ് ഈസ് എൻ ഇലക്ട്രോ കെമിക്കൽ ഇൻ നേച്ചർ. ഒരു നെർവ് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഇലക്ട്രോ കെമിക്കൽ നേച്ചർ ആണ്. അതൊക്കെ ഡൗട്ട് തോന്നും, അതെ, ഇലക്ട്രോ കെമിക്കൽ നേച്ചർ തന്നെയാണ്. ഇറ്റ് ട്രാവൽസ് ത്രൂ ന്യൂറോൺസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് ഈ ഓരോ ഇമ്പൾസും നമ്മുടെ ബോഡിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കോളാം. ഇതൊരു സെല്ലാണ്. സെല്ലിന് പുറത്ത് ഭാഗമുണ്ട്, അകത്തെ ഭാഗമുണ്ട്. അപ്പോൾ നോർമലി റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത്, നോർമലി റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിന്റെ പുറത്ത് എന്ത് സിമ്പിൾ ആയിരിക്കും, എന്ത് ചാർജ് ആണുള്ളത്? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പുറത്ത് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ എല്ലാ സെൽസിലും എന്തുണ്ടാവും? എന്തുകൊണ്ട്? ചാർജ് ഉണ്ട്. ഒരു ഇമ്പൾസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെ തന്നെയാണ്? ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസ് ആയിട്ടാണെന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലാവുന്നു? ഇത് നോർമലി റെസ്റ്റിംഗ് കണ്ടീഷൻ ഇരിക്കുന്ന സമയത്താണ്. നമുക്കൊരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ ഒരു അടി കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പൾസ് കിട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഒരു സെല്ലിന്റെ ഈ ഒരു റീജിയനിലാണ് നമുക്ക് എന്ത് വന്നത്? ആ ഇമ്പൾസ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെയാണ് ഇമ്പൾസ് കിട്ടിയത്, ഇവിടെയാണ് നമുക്ക് ഇമ്പൾസ് കിട്ടിയെന്ന് വിചാരിക്കാം. സോ ബാക്കി എല്ലാ പോർഷനിലും എന്ത് തന്നെയായിരിക്കും? പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും തന്നെ ആയിരിക്കും. എന്നാൽ ഈ ഇമ്പൾസ് കിട്ടിയ പോർഷനില്ലേ, അവിടെ മാത്രം തലതിരിയും. എന്താണ്? അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവും. അപ്പൊ എന്ത് മനസ്സിലായി? ആ ചാർജ് മാറുന്ന ഭാഗത്ത് ഇമ്പൾസ് ക്രിയേറ്റ് ആയെന്ന് മനസ്സിലാവും. സോ ഈ ഇമ്പൾസ് ഇവിടെ തന്നെ ഇരിക്കുമോ? ഇല്ല. ഇതിപ്പോ ഇതൊരു ആക്സോൺ റീജിയൻ ആണെങ്കിൽ ആക്സോണിൽ നിന്നും ആക്സോൺ ആയിട്ട് സിനാപ്റ്റിക് നോബ്, അടുത്ത ഡെൻഡ്രൈറ്റ്, അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന ഭാഗം മാത്രം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? നോർമൽ ആയിട്ടുള്ള പോർഷൻ വരും. ഇപ്പൊ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇതാണ് നമ്മൾ ഒരു സെല്ലിന്റെ സ്ട്രക്ചർ കണ്ടീഷൻ. എന്നാൽ ഒരു ഇമ്പൾസ് ഉണ്ടാവുമ്പോൾ ആ പോർഷനിൽ മാത്രം എന്ത് ചെയ്യുന്നു? ആ ചാർജ് ഡിഫറൻസ് വരികയും ആ ചാർജ് ഡിഫറൻസ് മൂവ് ചെയ്യുന്ന രീതിക്ക് പൊക്കോണ്ടിരിക്കുകയും ബാക്കി ഭാഗം നോർമൽ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ സെല്ലിനകത്ത് ഇമ്പൾസ് ട്രാവൽ ചെയ്യാം. ദേ ആർ ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യാം? അവർ ട്രാവൽ ചെയ്യാം. നോക്കിക്കേ, അറ്റ് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ന്യൂറോൺ ഹാസ് ഡിഫറൻസ് ഇൻ ഇലക്ട്രിക് ചാർജ് ഉണ്ട്. ഔട്ടർ സർഫസിൽ പോസിറ്റീവ് ആയിരിക്കും, ഇന്നർ സർഫസിൽ നെഗറ്റീവ് ആയിരിക്കും. സ്റ്റിമുലസ് ഈസ് റിസീവ്ഡ്, അവിടെ ഒരു മെസ്സേജ് ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസ് ഉണ്ടായെന്ന് വിചാരിക്കാം. സോ ദിസ് ഇലക്ട്രിക്കൽ ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആവും. ആ ഒരു ഇലക്ട്രിക് ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആയി. സോ ഇന്നർ പോർഷനിൽ പോസിറ്റീവ് ആയി, ഔട്ടർ സൈഡിൽ നെഗറ്റീവ് ആയി. മൊത്തത്തിലല്ല, എവിടെയാണോ ഇമ്പൾസ് ജനറേറ്റ് ആയത് അവിടെ മാത്രം. ക്ലിയർ ആണ്? ദിസ് ചേഞ്ച് ഇൻ ഇലക്ട്രിക് ചാർജ് മൂവ്സ് അലോങ് ദ ന്യൂറോൺ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഇമ്പൾസ് മൂവ് ചെയ്യണം. നമ്മൾ ന്യൂറോൺസിന്റെ പാത്ത് പഠിച്ചത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് മൂവ് ചെയ്യും. സോ ദസ് ദ ഇമ്പൾസ് ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, അടുത്ത ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, അങ്ങനെ അത് എന്ത് ചെയ്യുന്നു? പാസ് ഓൺ ചെയ്ത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് പോകും. നെക്സ്റ്റ് ന്യൂറോൺ വഴി ബ്രെയിനിലാണോ സ്പൈനൽ കോഡിലാണോ എവിടേക്കാണോ അവർ പോകേണ്ടത് അവരെങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്കില് ഇമേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ നമുക്കിവിടെ ഒരു ഇമേജ്, ഒരു ന്യൂറോണിനെ കാണാം. ആ ന്യൂറോണിന് സെൽ ബോഡി ഒക്കെ ഉണ്ട്. ആ ഒരു സ്പെസിഫിക് റീജിയനിൽ മാത്രമാണ് എന്തുണ്ടായത്? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ ഇമ്പൾസ് ജനറേറ്റ് ആയത് അതിനാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ചാർജ് ട്രാൻസ്ഫർ ഡിസ്റ്റർബ്ഡ് ആയ സ്ഥലം, ദാറ്റ് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായ സ്ഥലം മാത്രം നോക്കി കയറാം. ആ റെഡ് കളർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം എന്തായി? അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവായിട്ട് മാറി. നോർമലി ഉള്ളതിനേക്കാളും ഡിസ്റ്റർബ്ഡ് ആയി. മനസ്സിലാവുന്നു? ഡീപോളറൈസ്ഡ് ആവാന്ന് വെച്ചാൽ നോർമൽ കണ്ടീഷൻ മാറി അകത്തേക്ക് പോസിറ്റീവും പുറത്തേക്ക് നെഗറ്റീവ് ആയി. ദാറ്റ് ഇസ് ഡീപോളറൈസ്ഡ് കണ്ടീഷൻ. ഈ ഒരു ഓറഞ്ച് പോർഷൻ കാണിച്ചിരുന്ന സ്ഥലത്ത് മാത്രമല്ല ആദ്യം എന്തുണ്ടായിരുന്നുള്ളൂ? ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഈ ചാർജ് ഡിഫറൻസ് എന്ത് ചെയ്യണം, അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫിക് എനർജി കിട്ടിയേ മതിയാവും. ആ എനർജി കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യും, നെക്സ്റ്റ് റീജിയനിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൈലിൻ ഷീറ്റ് കൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിനെ സ്പീഡപ്പ് ചെയ്യുന്നു, നമ്മൾ പഠിച്ചില്ല, ഇമ്പൾസിനെ സ്പീഡപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നു. അപ്പോൾ അവർക്ക് എപ്പോഴാണോ ആ എനർജി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആവുക, അപ്പോൾ അവർ എന്ത് ചെയ്യും, അഡ്ജസ്റ്റന്റ് സൈഡിലേക്ക് അതിനെ മാറ്റും, മൂവ് ചെയ്യും. സോ ഈ ചാർജ് ആദ്യം ഉണ്ടായ സ്ഥലത്തു നിന്നും എങ്ങോട്ട് പോകും, അടുത്ത അഡ്ജസ്റ്റന്റ് സൈഡിലേക്ക് പോകുന്നു. ക്ലിയർ ആണോ? ആക്ഷൻ പൊട്ടൻഷ്യലും ഡീപോളറൈസേഷനും മനസ്സിലായോ? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എവിടെയാണോ ആ ഇമ്പൾസ് ഉണ്ടായത്, ദാറ്റ് ഈസ് കോൾഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അവിടെ ഉണ്ടാകുമ്പോൾ ഡീപോളറൈസേഷൻ മീൻസ് ചാർജ് ഡിഫറൻസ് ഉണ്ടാവുന്നു. അകത്താണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്, പുറത്ത് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആക്സോൺ വഴി അത് കണ്ടക്ട് ചെയ്ത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങോട്ടാണ്, ബ്രെയിനിലേക്കാണ് പോകുന്നതെങ്കിൽ ബ്രെയിനിലേക്ക് അതിനെ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക് പറഞ്ഞത്? നോക്കിക്കേ, സോ ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് എ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രിക് ചേഞ്ച് അലോങ് ദ ന്യൂറോൺ. ഒരു ന്യൂറോണിൽ കൂടെ ഇലക്ട്രിക് സിമ്പൾസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചേഞ്ച് ഉണ്ടാകുന്ന വിളിക്കുന്ന പേരാണ് എന്താ, ഇമ്പൾസ്. സോ ഇമ്പൾസ് ഈസ് നത്തിങ് ബട്ട് എ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രിക് ചേഞ്ച് അലോങ് എ ന്യൂറോൺ. All cells including neurons have electric charge. എല്ലാവർക്കും ചാർജ് ഉണ്ട്. So the inner side of the cell membrane has negative charge. Inner membrane negative charge ആണ് compared to the outer side. When stimulated, positive ions from outside the cell membrane enter the cell causing temporary charge variation in that region. അവിടെ എന്തുണ്ടാവുന്ന ഒരു ടെമ്പററി ചാർജ് വേരിയേഷൻ ഉണ്ടാവുന്ന ആ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്തത് ആക്ഷൻ പൊട്ടൻഷ്യൽ, ദാറ്റ് ഇസ് ടെമ്പററി ചാർജ് വേരിയേഷൻ ഇൻ ദാറ്റ് റീജിയൻ. നിങ്ങൾക്ക് അവിടെ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ദ ഔട്ടർ സർഫസ് ഓഫ് ദ ന്യൂറോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ് ആണ് നോർമലി ഇരിക്കുമ്പോൾ. ദ ഇന്നർ സർഫസ് ഇസ് നെഗറ്റീവ്ലി ചാർജ് വെൻ നോട്ട് സ്റ്റിമുലേറ്റ്. ഇമ്പൾസ് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ, സ്റ്റിമുലേഷൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നോർമലി പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും ആണ്. വെൻ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ്, എന്തെങ്കിലും ഒരു ഇമ്പൾസ് കിട്ടിയാൽ, ഇഫ് ഇറ്റ് ചേഞ്ച് ദ ചാർജ് ഇൻ ദാറ്റ് റീജിയൻ, ആ റീജിയനിലെ ചാർജ് മാത്രം മാറുന്നു. ഓക്കെ, ദ ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്. തലതിരിഞ്ഞ് വരും. This change in charge moves to the next part of the neuron. ഇത് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നു. The previous part returns to its normal condition. Previous part ആദ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായ സ്ഥലം എന്ത് ചെയ്യുന്നു, നോർമൽ കണ്ടീഷനിലേക്ക് തിരികെയും. And this process continues along the neuron, thus impulse is transmitted. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് എങ്ങോട്ടാണ് നമുക്ക് ന്യൂറോൺ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ റീജിയനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ക്ലിയറാണോ പറഞ്ഞത്? ഇത്രയാണ് നമുക്ക് ഇമ്പൾസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇമ്പൾസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ന്യൂറോൺസ് പഠിച്ചു, ന്യൂറോൺസിന്റെ സ്ട്രക്ചർ പഠിച്ചു, അതിന്റെ ഗ്ലയൽ സെൽസിനെ കുറിച്ച് പഠിച്ചു, ഗ്ലയൽ സെൽസ്, പിന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ, സ്കള്ള്, മെനിഞ്ചസിനെ പറ്റി പഠിച്ചു, മെനിഞ്ചസ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. സിനാപ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിനാപ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സിനാപ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ മെയിൻ ആയിട്ടും ബ്രെയിനിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ സ്ട്രക്ചർ പഠിച്ചു, ഫങ്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് സ്പൈനൽ കോഡിനെ പഠിച്ചു, സ്പൈനൽ കോഡ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് എങ്ങനെയാണ് പഠിച്ചു, എങ്ങനെയാണ് ഇമ്പൾസ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസിനെ പറ്റി പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സിനാപ്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ആണ് നമ്മളന്ന് പറഞ്ഞത്. സോ സിനാപ്സ് ഇൻസൈഡ് അവർ ബോഡി മെസ്സേജ് ഡോണ്ട് ട്രാവൽ ഇൻ വൺ കണ്ടിന്യൂസ് വയർ. അതായത് നമ്മൾ ന്യൂറോൺസ് പഠിച്ചു, ഇതുപോലത്തെ ഒരുപാട് ന്യൂറോൺസ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഈ മെസ്സേജ് ഡെൻഡ്രോൺ വഴി സൈറ്റോണിലെത്തി, സൈറ്റോണിൽ അഥവാ സെൽ ബോഡിയിൽ നിന്നും ആക്സോണിലേക്ക് പോയി, ആക്സോണൈറ്റിൽ എത്തിച്ചു, അത് കഴിഞ്ഞ് സിനാപ്റ്റിക് നോബിൽ എത്തിച്ചു. ഇനി ഇത് പോകേണ്ടത് നെക്സ്റ്റ് ന്യൂറോണിലേക്കാണ്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പില് എങ്ങനെയാണ് ഈ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു ഇമ്പൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ആണ്. അത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് അത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ചാർജിന്റെ ഡിഫറൻസ് കാരണം ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായതിനു ശേഷം ഡീപോളറൈസ്ഡ് കണ്ടീഷൻ മൂവ് ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അതെങ്ങനെയാണ് ഇലക്ട്രോ കെമിക്കൽ ആയത്, കെമിക്കൽസിന്റെ ഇൻഫ്ലുവൻസ് എന്തെന്നാണ് ഈ സിനാപ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാം. നോക്കിക്കേ, ഇൻസൈഡ് അവർ ബോഡി മെസ്സേജസ് ഡോണ്ട് ട്രാവൽ ഇൻ വൺ കണ്ടിന്യൂസ് വയർ. Instead, they move from one neuron to another, but neuron don't touch each other. There is a tiny gap called synapse. ഒരു ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റും അതായത് ആക്സോണിന്റെ സിനാപ്റ്റിക് നോബ് വരുന്ന റീജിയനും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് വരുന്ന ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ്പ് അഥവാ ഒരു ജംഗ്ഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ദിസ് റീജിയൻ ഈസ് കോൾഡ് സിനാപ്സ്. എന്നാണ് സിനാപ്സ് എന്ന് വിളിക്കും. നോക്കാം, ഈ ഒരു റീജിയൻ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇതൊരു ഫസ്റ്റ് ന്യൂറോൺ ആണ്, ഇതൊരു സെക്കൻഡ് ന്യൂറോൺ ആണ്. ആ സെക്കൻഡ് ന്യൂറോൺ ഫസ്റ്റ് നമ്മളെ ആക്സോൺ ടെർമിനലും ഡെൻഡ്രൈറ്റ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ജംഗ്ഷനെ നമ്മളിവിടെ ഇൻലാർജ് ചെയ്ത് വരച്ചേക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ്
സിനാപ്സ് എന്ന് വിളിക്കുക. സിനാപ്സ് നോക്കി, ഇവിടെ രണ്ട് റഫായിട്ട് ഞാൻ ന്യൂറോൺസ് വരച്ചിട്ടുണ്ട്. ഈ ന്യൂറോൺസിന്റെ ഈ ഒരു പാർട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു പാർട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? സോ ആ ഒരു പാർട്ടിനെ മാത്രമാണ് ഇവിടെ ഞാൻ എൻലാർജ് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത്. അതായത് നോക്കിക്കേട്ടാ, ഇതൊരു ആക്സോണൈറ്റ് ആണ്. ആക്സോണൈറ്റ് വന്നിട്ട് ഒരു സിനാപ്റ്റിക് നോബാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ഇതൊരു സിനാപ്റ്റിക് നോബാണെന്ന് വിചാരിച്ചു. ഈ സിനാപ്റ്റിക് നോബിനകത്ത് ഒരുപാട് വെസിക്കിൾസ് കാണാൻ വേണ്ടി പറ്റും. വെസിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ചേംബേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഈ ചേംബേഴ്സിനകത്താണ് എന്തുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? അസറ്റൈൽ കോളിൻ പറയണം കേട്ടോ. സോ ഇതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. അതുപോലെ ഈ സിനാപ്റ്റിക് നോബ് കഴിഞ്ഞ് മറ്റൊരു ഡെൻഡ്രൈറ്റിന്റെ, അതായത് ഡെൻഡ്രൈറ്റ് ബ്രാഞ്ച് ആണ്. ആ ഡെൻഡ്രൈറ്റിന്റെ ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഒരു ഡെൻഡ്രൈറ്റിന്റെ പോർഷൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ഇമ്പൾസ് നമ്മൾ ഇവിടെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് ഈ ടിപ്പിലെത്തുമ്പോൾ ഈ വെസിക്കിൾസ് ഇല്ലേ, ഈ വെസിക്കിൾസ് എന്തെന്നറിയാമോ? ഈ വെസിക്കിൾസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. ഈ ഒരു വന്ന് ജോയിൻ ചെയ്തിട്ട് ഇവരുമായിട്ട് മെർജ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ അങ്ങ് ഓപ്പൺ ആവും. സോ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വെസിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഈ വെസിക്കിൾസ് ഇവിടെ വന്ന് ഇങ്ങനെ മെർജ് ചെയ്ത് ഇതങ്ങ് ഓപ്പൺ ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. മനസ്സിലാവുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുകയും ഇവരുടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. അതായത് ഈ കെമിക്കൽസിനെ റിസീവ് ചെയ്യും. ഈ കെമിക്കൽസ് എന്താണോ കൊണ്ടുവരുന്നത് അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള റിസപ്റ്റേഴ്സ് നമുക്കിവിടെ ഡെൻഡ്രൈറ്റിന്റെ ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡെൻഡ്രൈറ്റിന്റെ റിസപ്റ്റേഴ്സ് ഇതിനെ എന്ത് ചെയ്യും? റിസീവ് ചെയ്യുകയും അവിടെ എന്ത് ചെയ്യുന്നു? ബാക്കി അതിനെ ഇലക്ട്രിക്കൽ സിമ്പിൾസ് ആക്കി മാറ്റി ഇലക്ട്രിക്കലായിട്ട് എന്ത് ചെയ്യുന്നു? പ്ലസ് മൈനസ് ചാർജിന്റെ വേരിയേഷൻ വഴി ആ ഡെൻഡ്രൈറ്റ് ആ ഒരു ന്യൂറോൺ ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നു. അതിന്റെ എൻഡിൽ ഇതുപോലെ ആക്സോണൈറ്റും സിനാപ്റ്റിക് നോബും വരുമല്ലോ. അവിടെ വരുമ്പോൾ ഇതുപോലെ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആര് കൺവേ ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെയും അടുത്ത ഡെൻഡ്രൈറ്റിനെ റിസീവ് ചെയ്യുന്നു. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ സിമ്പിൾസ് ആക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് ഒരു സിനാപ്സിൽ എത്തുമ്പോൾ ഈ ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക് പറഞ്ഞത്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഇത് ഒരു സിനാപ്സ് ആണ്. സിനാപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസിനെയാണ് സിനാപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ സിനാപ്സിന് മുൻപല്ലേ ഈ ഒരു മെംബ്രെയിൻ ഇരിക്കുന്ന? നമ്മൾ ഈ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ബ്ലൂ കളറിൽ വരയ്ക്കുന്ന മെംബ്രെയിൻ സിനാപ്സിന് മുൻപല്ലേ ഇരിക്കുന്നത്. സോ ദേ ആർ കോൾഡ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കുക. എന്ത് വിളിക്കൂടാ? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കാം. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കാം. ഇനി ഈ ഒരു ഗ്യാപ്പില്ലേ, ദേ ആർ കോൾഡ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്ത് വിളിക്കും? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കും. സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോ ഈ ഒരു റീജിയൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു റീജിയൻ നിങ്ങൾക്ക് കാണാം. ഇത് എന്ന് പറയുമ്പോഴത്തേക്കിനും റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ കെമിക്കൽസിന് റിസീവ് ചെയ്യാൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇത് എന്ന് പറയുമ്പോൾ സിനാപ്സിന് ശേഷമുള്ളതാണ്. സോ ദേ ആർ നോൺ ആസ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. സിനാപ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇതാണ് സിനാപ്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. കാരണം എന്താണ്? രണ്ടുപേരും നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഗ്യാപ്പിനിടയിൽ ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. സോ സിനാപ്സ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് മാത്രമല്ല കേട്ടോ, ന്യൂറോൺസിന്റെ ഇടയിൽ മാത്രമല്ല, ചിലപ്പോ ഒരു ന്യൂറോണിന്റെയും മറ്റൊരു മസിൽ സെല്ലിന്റെ ഇടയിലും ഇതുപോലത്തെ ഒരു ജംഗ്ഷൻ കാണാം. ഒരു ന്യൂറോണിന്റെയും ഒരു മസിൽ സെൽ. ഇവിടെ ഈ ഒരു ഡെൻഡ്രൈറ്റിന് പകരം ഒരു മസിൽ സെൽ ഇരിക്കാം. ഇവിടെ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്തിന് പകരം നമുക്ക് എന്തിരിക്കാം? ഇവിടെ ഒരു മസിൽ സെല്ലും ഇരിക്കാം. വേണമെങ്കിൽ ഒരു മസിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് ആകാം, അങ്ങനെ ആകാം. രണ്ട് ന്യൂറോൺ ആണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതെങ്കിലും രണ്ട് ന്യൂറോൺ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല. ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലിന്റെ ഇടയിലും ഒരു സിനാപ്സ് കാണാൻ വേണ്ടി പറ്റും. അഥവാ ഒരു ന്യൂറോണിന്റെയും ഒരു ഗ്ലാൻഡ്, അതായത് നമുക്ക് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിന്റെ അവിടെയും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റാറുണ്ട്? സിനാപ്സ് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. സിനാപ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കിക്കേ. ടു ട്രാൻസ്മിറ്റ് എ nerve impulse from one part of the body to another, it has to travel through different neurons. The part where an impulse is transferred from one neuron to another is called the synapse. എവിടെ വെച്ചിട്ടാണോ ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണിലേക്ക് അതിന്റെ ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, that region is called എന്ത് വിളിക്കുവാടാ? സിനാപ്സ് എന്ന് വിളിക്കും. സിനാപ്സ്. നോക്കിക്കേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ആണ്. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നല്ല മനസ്സിലാവുന്ന ഒരു പിക്ചർ ആണിത്. ആദ്യം ഒരു ന്യൂറോൺ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മറ്റൊരു ന്യൂറോൺ, രണ്ട് ന്യൂറോൺസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിന് ഒരു സർക്കിൾ ചെയ്തിട്ട് അതിനെ എൻലാർജ് ചെയ്താണ് താഴെ കാണിച്ചേക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ നമുക്ക് എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് കാണാൻ വേണ്ടി പറ്റും.
അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു, അത് റിലീസ് ചെയ്യുന്നു. ആ ഒരു റീജിയൻ നമുക്ക് എന്ത് വിളിക്കാം, ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുന്നു, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. സിനാപ്റ്റിക് നോബ്, ദ ടിപ്പ് ഓഫ് ദ ആക്സോൺ ദാറ്റ് കണ്ടെയ്ൻസ് വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആക്സോണിന്റെ ടിപ്പാണ്, അവിടെ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്, ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസ്. ന്യൂറോൺസിന്റെ തമ്മിലിടയ്ക്കുള്ള ചെറിയൊരു ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. സിനാപ്റ്റിക് വെസിക്കിൾസ് എന്താണെന്ന് അറിയാലോ, സിനാപ്റ്റിക് നോബിനകത്ത് കാണുന്ന ചെറിയ ചേംബേഴ്സ് കണ്ടെയ്നിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. അത് കഴിഞ്ഞ് പറയുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്തെന്നാണ്, ദ ടിപ്പ് ഓഫ് ദ ഡെൻഡ്രൈറ്റ് വിച്ച് കണ്ടെയ്ൻ റിസപ്റ്റേഴ്സ് ഫോർ റിസീവിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ സ്ട്രക്ചർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദ സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നമ്മൾ അസറ്റൈൽ കോളിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് ഡോപ്പാമിൻ, സെറോട്ടോണിൻ, ഗാബയാണ് മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ കേട്ടോ. To the synaptic cleft, when the impulse reached there, these neurotransmitters bind with the receptors of postsynaptic membrane and stimulate the neuron. Synapses transmit the impulses onto only one direction. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത്, എങ്ങോട്ടെന്ന് മാത്രമാണ്, സിനാപ്റ്റിക് നോബിൽ നിന്നും ഡെൻഡ്രൈറ്റിലേക്ക്. തിരിച്ചു ചെയ്യാൻ പറ്റുമോ? ഇല്ല, തിരിച്ചു ചെയ്യത്തില്ല. ഓൺലി വൺ ഡയറക്ഷനിലേക്ക് മാത്രമേ സിനാപ്സ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ ഇമ്പൾസ്. മാത്രമല്ല ഇമ്പൾസിന്റെ സ്പീഡ്, അതായത് ആ വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യലിന് അല്ല ഒരു വ്യത്യാസവും വരുത്താതെ തന്നെ ഈ കെമിക്കലാക്കി മാറ്റുകയും ഈ കെമിക്കലിനെ പിന്നെ ഇലക്ട്രിക്കൽ സിമ്പൾസ് ആക്കി മാറ്റുകയും ചെയ്യണം. സോ അവിടെ എന്ത് വരുന്നില്ല, അവരുടെ എനർജിയിലോ സ്പീഡിലോ ഒന്നും വ്യത്യാസം വരാതെ തന്നെയാണ് ഈ സിനാപ്സ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ ആണ്. നോക്കിക്കേ, ആർ സിനാപ്സിസ് ഫൗണ്ട് എനിവെയർ എൽസ് അതർ ദാൻ ദ ജംഗ്ഷൻ ന്യൂറോൺസ് മീറ്റ്. ന്യൂറോൺസ് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനിലല്ലാതെ വേറെ എവിടെയെങ്കിലും മറ്റെവിടെയെങ്കിലും നമുക്ക് സിനാപ്സ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. എവിടെയൊക്കെയായിരുന്നു? ന്യൂറോൺസും മസിൽസും ചേരുന്ന ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസിലും അഥവാ അല്ലെങ്കിൽ ന്യൂറോൺസും ഗ്ലാൻസും ചേരുന്ന ജംഗ്ഷനിലും എന്ത് കാണാൻ പറ്റാറുണ്ട്? ഇതുപോലത്തെ സിനാപ്സ് കാണാൻ പറ്റാറുണ്ട്. സോ ഉത്തരം ഇതാണ്, യെസ്. Synapse also found in between neurons and other type of cells such as muscle cells. അപ്പൊ നോക്കിക്കേ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, അതായത് ന്യൂറോൺസിനും മസിൽസിനും ഇടയ്ക്ക് കാണുന്ന ആ ജംഗ്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്നും. ഇനി ന്യൂറോൺസും ഗ്ലാൻഡും കൂടെ ചേർന്ന ജംഗ്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂറോ ഗ്ലാൻഡുലാർ ജംഗ്ഷൻ എന്ന് വിളിക്കാം. ന്യൂറോ ഗ്ലാൻഡുലാർ ജംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ ആണ്. ഇനി എന്തൊക്കെയാണ് പാർട്സ് ഓഫ് സിനാപ്സ്? ആ സിനാപ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 3 മെയിൻ പാർട്സ് ആണ്. ഒന്ന് സിനാപ്റ്റിക് നോബ്, അത് ആരുടെ പാർട്ടായിരുന്നു? ഒന്നാമത്തെ ന്യൂറോണിന്റെ ആക്സോൺ ആയിട്ട് കഴിഞ്ഞ് കാണുന്ന ഒരു നോബൽ എക്സ്പ്രഷൻ ആണ് സിനാപ്റ്റിക് നോബ്. എൻഡ് ഓഫ് ദ ആക്സോൺ കണ്ടെയ്നിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അവിടെ എന്ത് കാണും മക്കളെ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണാൻ പറ്റും. ഇനി എന്താണ് സിനാപ്റ്റിക്? ഒന്നാമത്തെ ഭാഗമാണ് സിനാപ്റ്റിക് നോബ്, രണ്ടാമത്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. 2 ന്യൂറോൺസ് ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഇല്ലേ? ഇനി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, പാർട്ട് ഓഫ് ദ നെക്സ്റ്റ് ന്യൂറോൺ വിച്ച് റിസപ്റ്റ്. അതായത് നമ്മൾ പറഞ്ഞതാണ് മൂന്നാമത്തെ ഭാഗം, ഡെൻഡ്രൈറ്റിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിസീവ് ചെയ്യാനുള്ള ഒരു റീജിയൻ ഉണ്ട് അല്ലേ? ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വിളിക്കും. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇപ്പൊ ഈ 3 റീജിയൻ നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്? ഒരു സിനാപ്സിൽ കാണാൻ വേണ്ടി പറ്റുന്ന 3 റീജിയൻ ഏതൊക്കെയാണ്? സിനാപ്റ്റിക് നോബ് ഉണ്ട്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്. 3 റീജിയൻ. ഓക്കെ ആണ്. നോക്കിക്കേ, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ എ സിനാപ്സ്. ഇനി എങ്ങനെയാണ് സിനാപ്സിൽ കൂടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? When an impulse reaches the synaptic knob, neurotransmitter, നമ്മൾ പറഞ്ഞ കാര്യമാണ് നോട്ടായിട്ട് കൊടുത്ത്, നമ്മൾ പറഞ്ഞ കാര്യം നോട്ടായിട്ട് കൊടുത്തേക്കുന്നുള്ള കേട്ടോ. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. എന്ത് ചെയ്യുന്നു? സിനാപ്റ്റിക് ആ ഒരു ക്ലെഫ്റ്റിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് റിലീസ് ചെയ്യുന്നു. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. ഓക്കെയാണ്. ഓക്കെ, റോൾ ഓഫ് സിനാപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഡയറക്ഷൻ and speed of impulse. എന്താണ് ഇതിന്റെ റോള്? സിനാപ്സ് എൻഷുർ വൺ വേ ട്രാൻസ്മിഷൻ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ എഴുതണം, അതാണ് വൺ വേ ട്രാൻസ്മിഷൻ. വൺ വേയിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഇൻക്രീസ് ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ബൈ പ്രോപ്പർ സിഗ്നൽ ട്രാൻസ്ഫർ. കൃത്യമായിട്ട് അതിന്റെ സ്പീഡിൽ ഒന്നും നഷ്ടം വരുത്താതെ, എനർജിയിൽ ഒന്നും നഷ്ടം വരുത്താതെ തന്നെ എന്തായിട്ട് മാറ്റുന്നു? ക്ലിയർ ആയിട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സിനാപ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നല്ലോണം വായിച്ച് പഠിക്കാം, ക്ലിയർ ആയിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. താങ്ക് യു.